Hi friends, നമ്മുടെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് മൈക്രോബയോളജി ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ ഫുഡ് ആണ്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫുഡിൽ അവൈലബിൾ പ്രസന്റ് ആണ്. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗൈ, which is mold, yeast, and different kinds of microorganisms ഫുഡിൽ present ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്കൊരു ബ്രീഫ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ബാക്ടീരിയ, what are bacteria? They are single-celled organisms that comes in various shapes, rod shape, spheres, spherical, cocci shape, അങ്ങനെ പല ഡിഫറെന്റ് ഷേപ്സിൽ കാണാൻ പറ്റും ബാക്ടീരിയാസ്. വൈറസ് ആണെന്നുണ്ടെങ്കിൽ ദേ ആർ ടൈനി പാർട്ടിക്കിൾസ് ദറ്റ് ലൈക് വെരി മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഒരു ഹോസ്റ്റ് സെല്ലിന്റെ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമാണ് അവർ ഇൻഫെക്ട് ചെയ്യുന്നുള്ളൂ. അതിലെ ആക്ഷൻസ് ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. ആൻഡ് പ്രോട്ടോസോവ. What is protozoa? Protozoa are single-celled organisms. They are commonly in water. Fungi വരുമ്പോൾ നമുക്ക് മെയിൻലി അറിയാം ഈസ്റ്റ് ആൻഡ് മോൾഡ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഫംഗൈ. ആൻഡ് ദെൻ ആൽഗെ ലൈക് പ്ലാന്റ് ലൈക്ക് ഓർഗാനിസംസ്, ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്ന പ്ലാന്റ് ലൈക്ക് ഓർഗാനിസംസിൽ പ്രസന്റ് ആയിരുന്നതാണ് ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ, അങ്ങനെ കുറെ ആൽഗേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഫുഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യും. Okay, so let's start with bacteria. Bacteria എന്താണ്? Bacteria are single-celled prokaryotic microorganisms with diverse shapes and structures. Different types of shapes and കാര്യങ്ങളും ഉണ്ട് അല്ലേ? And it can be seen everywhere. Soil, food, water, air, എല്ലായിടത്തും നമുക്ക് ഈ ബാക്ടീരിയനെ കാണാൻ പറ്റും. And different kinds ഉണ്ട്, ലൈക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും ഉണ്ട്, ഹാർംഫുൾ ആയിട്ടുള്ളതും ഉണ്ട്. ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് ഫുഡ് പ്രൊഡക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ആൻഡ് ഹാർംഫുൾ ആയിട്ടുള്ളത് ഡിസീസ് കോസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമുക്ക് നോക്കാം. യൂണിസെല്ലുലാർ മൈക്രോ ഓർഗാനിസംസ് ആണ്, ആൻഡ് ദർ ഡയമീറ്റേഴ്സ് ലൈക്ക് വെരി മൈന്യൂട്ട്, ഇറ്റ്സ് 1 micrometer, ആൻഡ് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. റോഡ്, സ്പിയർ ഷേപ്ഡ് ആൻഡ് സ്പിരിക്കൽ ഷേപ്സ് നോക്കാം ഓരോ. ഓക്കെ, യു ക്യാൻ സീ ഇറ്റ് ഫ്രം ദി സ്പീക്കർ. ഏതൊക്കെ ഷേപ്പിൽ കാണാൻ പറ്റും? കോക്കൈ ഷേപ്പിൽ കാണാം, ബാസിലസ് ദാറ്റ് ഇസ് റോഡ്, പിന്നെ അപ്പൻഡേജസ് ബാക്ടീരിയ ആൻഡ് ഡിഫറെന്റ് അതർ ഫോംസ് ഉണ്ട്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് മെയിൻ ആയിട്ട് കോക്കസ്, ഡിപ്ലോകോക്കൈ, പിന്നെ സ്റ്റെഫലോകോക്കൈ, സ്റ്റീരിയോകോക്കൈ, ടെട്രാകോക്കസ്, പിന്നെ ബാസിലസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ബാസിലസ് ആണെന്നുണ്ടെങ്കിൽ ബാസിലസ്, ഒരൊറ്റ റോഡ് ആണെന്നുണ്ടെങ്കിൽ ബാസിലസ്. ദെൻ ഡിപ്ലോ ബാസിലെ ആണെന്നുണ്ടെങ്കിൽ 2 റോഡ്, പിന്നെ സ്ട്രെപ്റ്റോ ബാസിലെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കണക്റ്റഡ് ടു എ ചെയിൻ. യു ക്യാൻ സീ ഇറ്റ് ഹിയർ. എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ സ്പിരിക്കൽ ഷേപ്പ് ദാറ്റ് ഇസ് കോക്കൈ എന്നാണ് പറയുന്നത്. സ്പിരിക്കലിനെ കോക്കൈ എന്ന് പറയും, റോഡ് ഷേപ്ഡ് ബാസില എന്ന് പറയും. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ കോസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ മെയിൻ എക്സാമ്പിൾ ഫോർ കോക്കൈ. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ദാറ്റ് ഇസ് ത്രോട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസും കോക്കൈ ഷേപ്പിലാണ്. ദെൻ ഈ ആംപിറ്റ്സിലൊക്കെ സ്റ്റിങ്ങിങ് കോസ് ചെയ്യുന്ന മൈക്രോകോക്കസ് ല്യൂട്ടസ്, അതേപോലെ സൈനസ് ഇൻഫെക്ഷൻ, ഫുഡ് പോയിസൺ കോസ് ചെയ്യുന്ന സ്റ്റെഫലോകോക്കസ് ഓറിയസ്. They all are spherical shape, cockey shape. And when it comes to bacillus shape, anthrax കോസ് ചെയ്യുന്ന Bacillus anthrax. Then typhoid കോസ് ചെയ്യുന്ന Salmonella enterica, Salmonella typhi. Then botulism കോസ് ചെയ്യുന്ന Clostridium botulinum. They all are rod shaped. And spherical shaped ആണെന്നുണ്ടെങ്കിൽ you can see Vibrio cholera. Cholera കോസ് ചെയ്യുന്ന Vibrio cholera. Then stomach ulcers കോസ് ചെയ്യുന്ന Heliobacter pylori. And syphilis കോസ് ചെയ്യുന്ന Treponema pallidum. ഇങ്ങനെ different kinds of organisms like bacteria are in different shapes. Okay. Coccus ആണെന്നുണ്ടെങ്കിൽ singular form is coccus. Okay, sphere shaped bacteria and different forms കാണുന്ന ഞാൻ പറഞ്ഞു. Staphylococcus is in clusters, bunch of grapes ആയിട്ട്. Streptococcus എന്ന് പറയുമ്പോൾ chain of cocci. And diplococci എന്ന് പറയുമ്പോൾ pair, it's just 2 1. Pneumococci example. And Sarcenia, it is a group of 4.
and forming a square or cubical packets ആയിട്ട്. പിന്നെ ഇൻഡിവിജ്വൽ കോക്കി ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. then റോഡ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ബാസിലസ് ഫോമില റോഡ് ഷേപ്പിലായിരിക്കും ഒട്ടുമിക്ക ബാക്ടീരിയാസ് കാണുന്നുണ്ടാവുക. ആൻഡ് സം ഹാവ് ഫ്ലജല്ല, അവരുടെ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്ക് അപ്പൻഡേജസ് അവരുടെ കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഹിയർ യു ക്യാൻ സീ ദ അപ്പൻഡേജസ് ബാക്ടീരിയ അതൊക്കെയാണ്. സാൽമണല്ല എൻറ്ററ ബാക്ടീരിയക്ക് കാണുന്നുണ്ടോ? ടെയിൽസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ്. ഓക്കെ, ദെൻ അപ്പോ കോക്കെ, ബാസിലസ്, പെർല, വിബ്രിയോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ കോക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻലി ഈ കുക്ക്ഡ് മീറ്റ് ഒക്കെ ഇംപ്രോപ്പർലി ഹാൻഡിൽ ചെയ്ത കുക്ക്ഡ് മീറ്റിലൊക്കെ കോക്കെ കാണാൻ പറ്റും. ആൻഡ് ബാസിലസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അണ്ടർ കുക്ക്ഡ് ബീഫ്, അൺപാസ്ചറൈസ്ഡ് മിൽക്കിലൊക്കെ ബാസിലസ് ലൈക്ക് ഈക്കോളൈ പോലുള്ള ബാസിലസ് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, then yeah, next moves to the bacterial pigments. Bacteria pigments പറഞ്ഞാൽ തന്നെ നമുക്കറിയാം like they produce color. ഇപ്പൊ ഡാർക്ക് പിഗ്മെന്റ്സ് ഉണ്ട്, ലൈക്ക് ഇന്റർമീഡിയറ്റ് കളേഴ്സ് ഉണ്ട്. ലൈക്ക് ഓരോ ബാക്ടീരിയം they will produce pigments and like yellow shade, dark pigments and the brown and black colors, and intermediate colors like red, pink, orange, blue, green, purple. Different kinds of pigments ഉണ്ട്. ഇപ്പൊ ഡാർക്ക് പിഗ്മെന്റ്സിന്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ മെലാനിൻ ലൈക്ക് റെഡ് പിഗ്മെന്റ് ലൈക്ക് മെലാനിൻ ലൈക്ക് ആയിട്ടായിരിക്കും ഒരു ഡാർക്ക് പിഗ്മെന്റ്സ് ഉണ്ടാവുക, ബ്രൗൺ, ബ്ലാക്ക് ഒക്കെ. ഇന്റർമീഡിയറ്റ് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്യൂഡോമോണാസ് എറജിനോസ, ഒരു ബ്ലൂ ഗ്രീൻ, സ്യൂഡോമോണാസ് എറജിനോസ. ഓക്കെ, ബ്ലൂ ഗ്രീൻ ആണ് സ്യൂഡോമോണാസ് എറജിനോസ വരുന്നത്. Blue green pigment ആണ് Pseudomonas aeruginosa, that is cyanine. That's the pigment called. And how it is like impacting on the food, food discoloration causing and there is line formation. You can see that. But spoiled starchy food like bread, potato and all, its color changes, turn red and all. അതേപോലെ ഡയറി പ്രൊഡക്ട്സ്, മീറ്റ് ഉണ്ടല്ല, ബ്ലൂ ഗ്രീൻ പാച്ചസ് കാണാൻ പറ്റും. ദാറ്റ്സ് ബിക്കോസ് ദ സ്യൂഡോമോണാസ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ബാക്ടീരിയ. ഇനി ഈ ബാക്ടീരിയാസ് ലൈക്ക് ദേ കോസ് സോ മെനി ഡിസീസസ് ടു. സാൽമണല ആണെന്നുണ്ടെങ്കിൽ ടൈഫോയിഡ് കോസ് ചെയ്യും, ഗാസ്ട്രോ എൻറ്ററൈറ്റിസ് കോസ് ചെയ്യും, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ് ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റീരിയോസിസ് കോസ് ചെയ്യും. ലൈക്ക് മേ ബി കോസ് ഈവൻ മിസ്കാരേജസ് ഇൻ ദി pregnancy also. Okay, so like severe IL, it's very dangerous. Then next comes the molds. Molds പറയാന്നുണ്ടെങ്കിൽ what is molds? It's a multicellular organism, multicellular fungi that forms a network of hyphae and produce white spores. Tiny spores വഴിയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. And they can grow on moist conditions. Like nutrient rich areas, moist conditions നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുക, ലൈക്ക് മൈൽഡ്യൂ, ഫസി, കോട്ടൺ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും മോൾസിന് ഉണ്ടാവുക. ബ്രെഡിലൊക്കെ കാണുന്നത് മോൾ. ആൻഡ് ഇവര് ഫേവറബിൾ കണ്ടീഷൻസിൽ ന്യൂ ഗ്രോത്ത് മോൾസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? മോയ്സ്ചർ, pH എന്ന് പറയുമ്പോൾ അത് acidic to neutral pH ആയിരിക്കും. ആൻഡ് ടെമ്പറേച്ചർ, room temperature, and oxygen. These are the most important things for their growth. So pH in the case they thrive best at 7 pH 7, and 2 to 8 pH tolerate because they prefer acidic to neutral pH. And ambient temperature is 0 degrees Celsius, below 0 degrees Celsius. Okay. And water activity and like the amount of water content they need for their growth. അപ്പൊ ഒപ്റ്റിമൽ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലൈക്ക് ഓരോ ഓർഗാനിസത്തിനും ഡിഫറെന്റ് ആണ്. ഹിയർ ഇറ്റ് ഈസ് 0.85, ലൈക്ക് ബിലോ 0.85, ആൻഡ് ബിലോ 0.85 ആണെങ്കിൽ ലൈക്ക് moles are mainly grown than bacteria and yeast. Okay, so like foods with in low in moisture kind of like pastries, cheese, nuts are main susceptible for this mold growth. Okay. So, yeah. കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ the bread is the best example, and tomato, dairy products കാണാൻ പറ്റും, ഫ്രൂട്ട്സിലൊക്കെ കാണാൻ പറ്റും, ചീസ്,
കാണാൻ പറ്റും നമുക്ക്. ഓരോ ഓർഗാനിസംസ് ആണ്, ലൈക് ഡിഫറെന്റ് ഓർഗാനിസംസ് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഫുഡ്, നമ്മൾ പഠിക്കും ഏതൊക്കെയാണ്. ആൻഡ് നെക്സ്റ്റ് കംസ് ദി ഈസ്റ്റ്. ഈസ്റ്റ് എന്താണ്? Yeast are unicellular fungi. Unicellular fungi that produced by budding and fission. Budding വഴിയാണ് reproduce ചെയ്യുന്നത്. Okay, so like they molds പോലെ ഒരു spread down like through the air and food surface and all. And colonies will be moist, slimy and creamy white appearance ആയിരിക്കും ഉണ്ടാവുക. And their water activity is like 0.9 to 0.94 ആണ്, like below 0.90. Okay, best. And intermediate acidic pH range ആണ്, like acidic values will be, pH is 4 to 4.5 ന്റെ ഇടയിലാണ് അവർ നന്നായി ഗ്രോ ചെയ്യാം. And highly contaminated food may have like slightly fruity odor ഉണ്ടാവില്ല, അത് it's because of this yeast fermentation and all. Okay. And next comes the virus. What about virus? Virus are a cellular infectious agent. They are a cellular infectious agent that requiring a host to multiply. Host ഇല്ലാതെ അവർ സർവൈവ് ചെയ്യില്ല. അപ്പോൾ ഹോസ്റ്റ് ഉണ്ടെങ്കിലാണ് അത് സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ലൈക്ക് ഓൺലി ഹോസ്റ്റ് ലൈൻസിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. പ്ലാന്റ്സ്, അനിമൽസ്, ബാക്ടീരിയ എല്ലാത്തിനും attack, infecting, and yeah, that's the main thing about the virus. Foodborne virus contamination, like foodborne virus like എങ്ങനെയാണ് mainly contaminate ചെയ്യുക? Poor hygiene practices, foods, water, air, raw produce, അങ്ങനെ ഇതിൽ കൂടെയാണ് നമുക്ക് contamination, like ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്. Okay, and the virus that infect bacteria are called as bacteriophages. You can see the picture. ഒരു tailum head ഒക്കെ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് bacteriophages എന്ന് പറയുന്നത്. You can see a capsid, ഒരു ഹെഡ് പോർഷൻ ഉണ്ട്. പിന്നെ ഈ ടെയിൽസ് വെച്ചിട്ടാണ് അവർ സെല്ലിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുക. ആൻഡ് ഇതിന്റെ ഉള്ളിൽ ഒരു ജീനം കാണുന്നുണ്ടോ, ലൈക്ക് അത് ഈ സെൽ കൂടെ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ആവും. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഇൻഫെക്റ്റിംഗ്. ആൻഡ് it is classified under order virus, like taxonomically. And നമുക്ക് നോർമൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് മീൻസ് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ലൈക്ക് വൈറസിന്റെ പ്രത്യേകത DNA അല്ലെങ്കിൽ RNA ഉണ്ടാവും. ഇറ്റ്സ് covered with a protein coat. That's the main specialty. And it can multiply rapidly once they invade into host cell. Host cell invade ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇൻവേർഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അവർ ലൈക്ക് ഭയങ്കര മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. That's it. And normal cellular metabolism ഒന്നുമില്ല അവർക്ക്. Like it's a kind of different metabolism in them. And they utilize host cell machinery to grow and divide. അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, അവർ കംപ്ലീറ്റ്ലി ഹോസ്റ്റ് സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നതൊക്കെ ഉണ്ടാവുക. Okay, that's about virus. Then next comes the parasitic organisms. വൈറസിന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ ഏതൊക്കെയാ? ഷെൽഫിഷിലൊക്കെ കാണുന്ന നോവോ വൈറസ്. ഹെപ്പറ്റൈറ്റിസ് A, this is from street food. വാഷ് ചെയ്യാത്ത കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൊക്കെ കിട്ടുന്ന ഹെപ്പറ്റൈറ്റിസ് A. And next, now we are at parasitic organism. Parasitic organism പറയുന്നത് എന്താ? They are eukaryotes. They are eukaryotic organisms type of that live in or a host or that will cause diseases. Foodborne parasites എങ്ങനെ വരുന്ന? Contaminated water, uncooked meat എന്നൊക്കെ വരുന്നത്. പാരസൈറ്റിക് ഓർഗാനിസം നമുക്ക് ഡിഫറെന്റ് ആയി ക്ലാസിഫൈ ചെയ്യാം. ലൈക് പ്രോട്ടോസോവൻ, പാരസൈറ്റിക് വേർംസ് ആയിട്ട്, പാരസൈറ്റിക് വേർംസിന്റെ നെമറ്റോഡ്സ്, ട്രെമറ്റോഡ്സ്, സിസ്റ്റോഡ്സ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Okay, let's look at everything in detail. Like protozoan തന്നെ ഡിഫറെന്റ് ഓർഗാനിസത്തിനെ കാണാൻ പറ്റും. Okay, let's look everything in detail. First one, cystids. That is tapeworm or flatworms. ഒരെണ്ണം ചെയ്യാം. Intestinal tract, heart, lungs of the animals എവിടെയാണ് ഇൻഹാബിറ്റ് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് ബീഫ്, സ്വൈൻ, ഡോഗ്സ്, പിന്നെ ബിയേഴ്സ്, ഫിഷിലൊക്കെയാണ് ഈ ടേപ്പ് വേംസ്, പ്ലാറ്റ്ഫോംസ് ഒക്കെ കാണാൻ പറ്റുക.
and like which will be transmitted and humans infected. Okay, so like examples പറയുമ്പോൾ പോർക്കിൽ നിന്നൊക്കെ കിട്ടുന്നത് ടാനിയ സോളിയം പോലെയുള്ള ഓർഗാനിസം ആണ് പോർക്കിലൊക്കെ ഉണ്ടാവുന്നത്. ആൻഡ് ബീഫിലും ടാനിയ സാഗ്മിനാറ്റ പറയുമ്പോൾ ഉള്ള ഓർഗാനിസംസ് ഉണ്ടാവും. ദെൻ റോ ആൻഡ് ബീഫ് ആൻഡ് പോർക്ക് ഉണ്ടാവും, അതിലൊക്കെ മെയിൻ ആയിട്ടുണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാനിയാസിസ് പോലെയുള്ള ഡിസീസസ് വരും, ലൈക്ക് സിംറ്റംസ് ലൈക്ക് stomach pain, weight loss, nauseous ഒക്കെ ആയിരിക്കുന്നതാണ്. Okay. The next one is trematodes. Trematodes പറഞ്ഞാ non-segmented flatworms. Link flukes എന്ന് പറയാം. അതിനൊരു മൗത്ത് ഉണ്ടാവും ആൻഡ് ഓറൽ സക്കേഴ്സ് ആയിരിക്കും അവര്. And it depends upon the snail as their intermediate host. Intermediate host ആരാ? Snail. അപ്പൊ ഹ്യൂമൻസിനെ ഇൻഫെക്ട് ചെയ്യുന്നതിന് മുന്നുള്ള അവരുടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് സ്നെയിൽ എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ലൈക്ക് കണ്ടാമിനേറ്റഡ് വാട്ടർ, അക്വാറ്റിക് പ്ലാന്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഈ ഫ്ലൂക്സ് ടൊമാറ്റോസ് എൻറ്റർ ആവുന്നത്. ലിവർ ഫ്ലൂക്ക് ഇൻഫെക്ഷൻ, അങ്ങനെ അണ്ടർകുക്ക്ഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് ഒക്കെ അല്ലേ, അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ലിവർ ഫ്ലൂക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരും. ഫീവർ, ജോണ്ടിസ് ഒക്കെ കാണാൻ പറ്റും. So you can see examples here: intestinal flukes, pyriforms worms from fish, sheep, and Chinese liver flukes, oriental lung flukes, etc. Like examples. Okay, you should study the examples. Then the next one is nematodes. Nematode is true worms. You can see the clicker. Nematodes, or round worms, true round worms. They're mainly pork like a കാണാൻ പറ്റും. Most common vector ആണ് pork. Disease, trichinosis, caused by organism Trichinella spiralis. ഈ ഓർഗാനിസം ഡിസീസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസ് ആണ്. മെയിൻ ആയിട്ട് പോർക്കിലാണ്. ഡിസീസ് എന്താണ് പേര്? ട്രൈക്കനോസിസ്. ആൻഡ് ഇൻഫെക്ഷസ് ഏജന്റ്, കോസറ്റീവ് ഏജന്റ് ഇസ് ട്രൈക്കനല്ല സ്പൈറാലിസ്. എന്നാണ് നമുക്ക് വരുന്ന സിംറ്റംസ്? മസിൽ ടിഷ്യൂസിലൊക്കെ ഇൻഫ്ലമേഷൻ വരും. നമ്മൾ ഈ വേം ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ടിഷ്യൂസിലൊക്കെ ഇൻഫ്ലമേഷൻസ് വരും. ഓക്കെ, ആൻഡ് ദി എഗ്സ് വിൽ ബി ക്യാരിഡ് ഇൻ ദി എക്സ്ക്രീറ്റ്മെന്റ് ഓഫ് ലൈക്ക് കാറ്റിൽസ്, ഷീപ്പ്, ഹോഗ്സ്, ലൈക്ക് അങ്ങനെയുള്ള അനിമൽസിന്റെ ലൈക്ക് വിക്കസ് ലൈക്ക് എക്സ്ക്രീറ്റ്മെന്റ്, അതിലൊക്കെ ഈ എഗ്സ് ഉണ്ടാവാൻ പറ്റും. ലൈക്ക് എഗ്സ് ക്യാരിഡ് ഇൻ ദി എക്സ്ക്രീറ്റ്മെന്റ് ഫ്രം ലോഞ്ചേഴ്സ് ആൻഡ് dung beetle by the ingestion by cattle, sheep, hogs, which will contaminate the humans. Okay. And main examples are capillary worms, pinworms. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ ഡിസീസ്, ഇൻഫെക്റ്റീവ് ഏജന്റ്. ഓക്കെ. Then next comes protozoa, which is a microscopic single-celled animal. Microscopic ആണ്, single-celled animal ആണ്. ഫുഡ് ആൻഡ് വാട്ടർ ത്രൂ ആണ് നമുക്ക് ഡിസീസ് വരുന്നത്. ഫുഡ് ബോൺ ഡിസീസസ് കുറെ ഉണ്ട്. എൻജമീബ, ഹിസ്റ്റോലൈറ്റിക്ക കോസ് ചെയ്യുന്ന അമീബിയോസിസ്. ദെൻ ടോക്സോപ്ലാസ്മ ഗോണ്ടി, ബലാറ്റീഡിയം കോളി, ജിയാർഡിയ ലാംബിയല കോസ് ചെയ്യുന്ന കോസ് ചെയ്യുന്ന ജിയാർഡിയാസിസ്. അതിലൊക്കെ മെയിൻ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും വെച്ചാൽ ഡയറിയ, ക്രാംസ്, fatigueness, okay, main contaminated water, vegetables intake, അങ്ങനെയൊക്കെയാണ് ഈ ഡിസീസസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ എൻറ്റമീബ ഹിസ്റ്റോലൈറ്റിക് കോസ് ചെയ്യുന്നു അമീബിയാസിസ്, ജിയാർഡിയ ലാംബിയല കോസിങ് ജിയാർഡിയാസിസ്. അങ്ങനെ മെയിൻ ആയിട്ട് ബാക്കിയുള്ള ഓർഗാനിസത്തിന്റെ നെയിമും കൂടി പഠിക്കണം കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. ഇമ്പോർട്ടൻറ്റ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ്. ഫസ്റ്റ് മോൾസിന്റെ കേസ് നോക്കാം. മോൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ആർ മൾട്ടിസെല്ലുലാർ ഫംഗസ് ആണ്. ആൻഡ് മോയ്സ്റ്റ് കണ്ടീഷൻ, ന്യൂട്രിയൻ കണ്ടീഷനിലൊക്കെയാണ് അവർ വളരുക. ആൻഡ് ദേ ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ ഫുഡ് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു ഗ്രോ അണ്ടർ ദാറ്റ് ലിമിറ്റ് ബാക്ടീരിയൽ കണ്ടീഷൻസ് ലൈക്ക് ലോ pH, ലോ വാട്ടർ ആക്ടിവിറ്റി, ഹൈ ഓസ്മോട്ടിക് പ്രഷറിലൊക്കെ അവർ ഗ്രോ ചെയ്യും. ആൻഡ് spoilage organism, like the most important spoilage organism, a toxin producing, which is mycotoxic, that is leading to the foodborne intoxication. Okay. Yeah.
ബെനിഫിഷ്യൽ കേസ് പറയുന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ്, ബയോ പ്രോസസ്സിംഗ്, അതേപോലെ ഫുഡ് അഡിക്റ്റീവ്സ്, എൻസൈംസ് ഇതൊക്കെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസീസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, സ്പോയിലേജിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ബെനിഫിഷ്യൽ ആൻഡ് ഹാർംഫുൾ എഫക്ട്സ് രണ്ടും. ഓക്കെ, ലൈക് ലുക്ക് സം എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. ഫസ്റ്റ് ആസ്പെർജില്ലസ് ആണ്. ആസ്പെർജില്ലസ് commonly heard. You can see ഞാനിവിടെ മൈക്രോസ്കോപ്പിക് ഇമേജും അതേപോലെ കോളനിക് മോർഫോളജി എങ്ങനെയാണ് മീഡിയയിൽ എങ്ങനെ കാണുകയെന്നും കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൈക്രോസ്കോപ്പിക്കലി എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, അതാകുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, ഫസ്റ്റ് വൺ ആസ്പെർജില്ലസ്. ആസ്പെർജില്ലസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ഇൻ ഫുഡ്. മോസ്റ്റ് കോമൺ ആണ്. ഹൈഫൈ വരുമ്പോൾ സെപ്റ്റേറ്റ് ആണ്. ആൻഡ് റീപ്രൊഡക്ഷൻ ഇസ് അസെക്ഷൽ. സെക്ഷൽ സ്പോർസ് ഉണ്ട്, അസെക്ഷൽ ആണെങ്കിൽ കൊണീരിയ. ആൻഡ് they'll grow at low water activity, that is xerophilic ആണ്. ഓക്കെ, ഫുഡ് ലെവലിന്റെ റോൾ എന്തൊക്കെയാണ്? ഫോയിലേജ് ഏതിലേക്ക് കോസ് ചെയ്യുക? ഗ്രെയിൻ, ജാം, cured ham, nuts, fruits, vegetables എല്ലാം. ഇപ്പൊ പീനട്ടില്, സ്പൈസസിലൊക്കെ ഇത് ആൽഫ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ മൈക്രോടോക്സിൻ പ്രൊഡക്ഷൻ, ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് വന്ന ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ ആണ് ആൽഫ ടോക്സിൻ. അപ്പൊ യു ഷുഡ് റിമെമ്പർ ദാറ്റ് നെയിം. അതാണ് ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് കോസ് ചെയ്യുന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൽഫ ടോക്സിൻ. പിന്നെ ഫുഡ് അഡിക്റ്റീവ് പ്രോസസ്സിംഗിലും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ലൈക് ആസ്പെർജില്ലസ് ഒറൈസെ ഫോർ സേഫ് and Aspergillus niger for citric acid and enzyme production. Okay. ഈ ആൽഫ ടോക്സിൻ is very danger. It is carcinogenic. പിന്നെ ഇതിൽ കാണാൻ പറ്റും അവരുടെ ഗ്രോത്ത്, ലൈക്ക് എങ്ങനെയാണ് മീഡിയൽ എന്നുള്ളത്. ഒരു ബ്ലാക്ക് കളർ അപ്പിയറൻസ് ആണ് അവർക്കുള്ളത്. നെക്സ്റ്റ് വൺ അൾട്ടർനേരിയ. അൾട്ടർനേരിയം സെപ്റ്റേറ്റ് ആണ്. They are a dark brown multi-celled conarium. You can see that dark brown multi-celled conarium. അതേപോലെ എന്താണ് ഫുഡിലുള്ള റോൾ എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് ടൊമാറ്റോ ഒക്കെ ചീഞ്ഞു പോകാൻ കാരണം ഈ ആൾട്ടർനേരിയാണ്. അതേപോലെ ഡയറി പ്രൊഡക്ട്സില് റാൻസിഡ് കോസ് ചെയ്യുന്നു. പിന്നെ സിട്രസ് ഗ്രെയിൻസിലൊക്കെ സ്പോയിലേജ് വരുന്നതൊക്കെ ഈ ആൾട്ടർനേരിയാണ്. Example, Alternaria tenuis. Okay. And the next one, Geotrichum. Adum septate ആണ്. The shape is different. Yeah. Rectangular, asexual, arthropose ആണ്. And the yeast-like appearance ആണ്. The picture കാണുന്നത് ഒരു കോട്ടണി yeast-like creamy appearance ആണ്. അത് കോളനി തന്നെ. എങ്ങനെയാണ് ഫുഡില് കാണാൻ പറ്റുക? എന്താണ് അവരുടെ റോള്? ഒരു ഡയറി പ്രൊഡക്ട്സിലാണ് അവർ മെയിൻലി കാണുന്നത് ഒരു bitter curd defect. That will cause the bitter curd defect. Okay, ഒരു ഡയറി മോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. Geotrichum candida. Example for that. Next one, mucor. ഇത്ര കോമൺ ആയി കാണാൻ പറ്റും. ഇത്ര നേരം പഠിച്ചത് സെപ്റ്റേറ്റ് ആണ്, ഇത് നോൺ സെപ്റ്റേറ്റ് ആണ്. റീപ്രൊഡക്ഷൻ ഫോർ ആൻജിയോസ്പോർസ് ആണ്. ആൻഡ് അപ്പിയറൻസും കോട്ടണിയാണ്. നമുക്ക് അറിയാം അല്ലേ, നമുക്ക് കോമൺ ആയി കാണുന്നതല്ലേ. ഇതിലൊക്കെ കാണാം ബ്രെഡ്, ഫ്രൂട്ട്സിലൊക്കെ ബ്രെഡ് മോൾഡ് എന്നാണ് മ്യൂക്കറിന് അറിയപ്പെടുന്നത്. മ്യൂക്കർ റോക്സി ആണ് എക്സാമ്പിൾ. ഫോയിലേജ് ഇൻ വെജിറ്റബിൾസ്, അതേപോലെ ചില മ്യൂക്കർ will help in food fermentation and enzyme production. Beneficial roles ഉണ്ട്. You can see the picture. Microscopic and macroscopic view. Next one, Penicillium. Penicillium. എങ്ങനെയായിരിക്കും കാണാൻ? എവിടെയായിരിക്കും കാണാൻ? ബ്ലൂ ചീസിലൊക്കെ. ഒരു ബ്ലൂ ചീസിനൊക്കെ ബെനിഫിഷ്യൽ റോൾ കാണും. അതേപോലെ ചില ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ റോട്ട് ചെയ്യാൻ വേണ്ടി മെയിൻ റീസൺ പെൻസിലിയാണ്. ഇനി ഫുഡ് പ്രൊഡക്ഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പെൻസിലിയം ഇൻ പെൻസിലിയം കമമ്പർട്ടി ലൈക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചീസ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷന് വേണ്ടി ബ്ലൂ ചീസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ പെൻസിലിയം സ്പീഷീസ് ഹെൽപ്പ് ചെയ്യും.
and how they reproduce. They produce with the conidiophore with a blue-green brush-like conidia-like head. You can see that. Septate ആണ്. Next one, Rhizopus. Rhizopus is a septate. Rhizopus എങ്ങനെയാ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു ബ്ലാക്ക് ബ്രെഡ് മോൾഡ് എന്ന് പറയാം. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ സോഫ്റ്റ് റോട്ട് ചെയ്യാൻ വേണ്ടി മെയിൻ റീസൺ ഈ റൈസോപ്പസ് ആണ്. എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ? ഇപ്പൊ ഒരു ടെയിൽ പോർഷൻ ഹെഡ് പോർഷൻ ഉണ്ട്. നോൺ സെപ്റ്റേറ്റ് ഹൈഫേ പ്രൊഡ്യൂസ് sporangiosperms. Sporangiosperms in sporangium and foliage in many fruits and vegetables. Example, Rhizopus stolonifer. Okay, Rhizopus stolonifer. That's the most common black bread mold in അറിയപ്പെടുന്നു. That's about the mold. Next is about yeast. ഈസ്റ്റിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ബഡ്ഡിങ് വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫുഡ് പ്രോസസ്സിങ്ങിലൊക്കെ മെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്പോയിലേജിനും കുറെ റോൾ വഹിക്കുന്നുണ്ട്. Let's look some examples for that. Saccharomyces. The first one. Saccharomyces cerevisiae. കോമൺ ആയി കേട്ടിട്ടുണ്ടാവും ബേക്കിംഗിലും ആൽക്കഹോൾ ഫെർമെന്റേഷൻ. ഈസ്റ്റ് ആണ് സാക്രമൈസിസ് cerevisiae എന്ന് പറയുന്നത്. ബ്രെഡ്, വൈൻ, ബിയർ ഫെർമെന്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സാക്രമൈസിസ് ആണ്. Okay, that's the beneficial role of that. And food spoilageലും ഇൻവോൾവ് ആണ്. അവര് ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഫുഡ് സ്പോയിൽ ആവും. You can see the structure. എങ്ങനെയാണ്? റൗണ്ട്, ഓവൽ ഓർ എലോങ്ങേറ്റഡ് ഷേപ്പ്. മൈക്രോസ്കോപ്പിക് വ്യൂ കാണാനോ. അതിൽ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്സ് ആണ് ഉണ്ടാവുക. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ്. നെക്സ്റ്റ് വൺ, പിക്കിയ. ഒരു ഓവൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. മെയിൻ ബിയർ, വൈൻ, ബ്രൈനിലൊക്കെ കാണുന്ന സ്പോയിലേജ് ഓർഗാനിസം ആണ് പിക്കിയ. അതേപോലെ ഓറിയന്റൽ ഫുഡ് ഫെർമെന്റേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഇസ് ഗിവൺ ഹിയർ, പിക്കിയ മെംബ്രേനസ് ഫേഷ്യൻസ്. ഓക്കെ, ഇവിടെ സ്ട്രക്ചർ കാണാം. നെക്സ്റ്റ് വൺ, റോഡോടോറുല. ഒരു പിഗ്മെന്റ് ഫോമിംഗ് ഓർഗാനിസം ആണ്. പിഗ്മെന്റ് ഫോമിംഗ് ഈസ്റ്റ് ആണ്. റെഡ്, പിങ്ക് ഓർ യെല്ലോ കളർ പിഗ്മെന്റ്സ് ആണ് അവർ കോസ് ചെയ്യുന്നത്. ആൻഡ് ഇതുകൊണ്ട് എന്താ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാം? ഡിസ്കളറേഷൻ ഇൻ ദി ഫുഡ്, മീറ്റ്, ഫിഷ്, ഇതൊക്കെ ഡിസ്കളറേഷൻ കോസ് ചെയ്യും. Rhodotorula glutinous as a organism, species organism, examples for that. അപ്പൊ ഈ റോഡോടോറില എന്താണ്? പിഗ്മെന്റ് ഫോമിംഗ് ആണ്. ഡയറി സ്പോയിലേജ്, മീറ്റ്, ഫിഷിലൊക്കെ സ്പോയിലേജിന് മെയിൻ റീസൺ ആണ്. ഈ ഒരു പ്ലേറ്റിൽ നമ്മൾ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും ഒരു കളർ ചേഞ്ച് ആണ്, കളർ ഗ്രോത്ത് ആണ്. അപ്പൊ മീൻസ് ദേ ഹാവ് പിഗ്മെന്റ്സ് ഇൻ ഇറ്റ്. Okay. Next is Cerulopsis. Cerulopsis is spherical to oval shape in ആണ്. And mainly milk, fruit juice, acidic fruits ഒക്കെ spoil ചെയ്യാൻ main reason Cerulopsis ആണ്. One among the reason. Okay. So spoils fruits and beverages. എന്താണ് അതിൽ ഫെർമെന്റേഷൻ കോസ് ചെയ്തിട്ട് ലാക്ടോസിനെയും ഷുഗേഴ്സിനെയൊക്കെ ഫെർമെന്റ് ചെയ്തിട്ട് they will produce carbon dioxide and alcohol. Species example, Cerulopsis sphaerica. Cerulopsis sphaerica. The next one is Candida. Next one is Candida. Candida എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. Candida electrolytica. ബട്ടറിലും ഡയറി പ്രൊഡക്ട്സിലൊക്കെ ആൻസിഡിറ്റി കോസ് ചെയ്യാനുള്ള ഈ കാൻഡിഡ ഇലക്ട്രോലൈറ്റിക്. അതിന്റെ അപ്പിയറൻസ് എന്ന് നോക്കി വെച്ചാൽ ഒരു ഡ്രൈ അപ്പിയറൻസ് അല്ലേ? ഒത്തിരി നേരം കണ്ട പോലെ അല്ല, ഒരു പതിഞ്ഞു കിടക്കുന്ന പോലെ. അതൊക്കെ നേരിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് അപ്പിയറൻസ് ആണ് കാൻഡിഡയ്ക്ക്.
high acid, salt, sugar ഉള്ള ഫുഡിലൊക്കെ അത് സ്പോയിൽ ചെയ്യും. എക്സാമ്പിൾസ് ജ്യൂസ്, ഡയറി പ്രൊഡക്ട്സ് എല്ലാം. നെക്സ്റ്റ് വൺ സൈക്ലോസാക്രോമൈസസ്. എന്താണ് high sugar, salt levels in the foods in a spoiling like honey, syrups, molasses, soy sauce, etc. Zygosaccharomyces, jam poലുള്ള food spoil ചെയ്യുന്ന ആൾക്കാരാണ്. Like they are like spoilage resistant. Honey jam ഒക്കെ spoilage resistant ആണ്. And osmophilic yeast that is grown in high solute concentration. Osmophilic yeast എന്ന് പറഞ്ഞാൽ they are like opportunistic. That's what it meant by. Okay. High solute concentration is grow ചെയ്യുന്നു. An example is given here. Saccharomyces species, Spomeri. You can see ഒരു cloudy appearance അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ടാബുലാർ കുളത്തിലാക്കിയിട്ടുണ്ട്, which will help you to learn easily. Okay. So Saccharomyces, round, long, elongated column, elongated shape, then baking and alcoholic fermentation, spoilage cause and fermentation helping. Pythium, oval to cylindrical shape, pellicle formation, spoilage and fermentation. Rhodotorula, round and oval shape, then pigmentation, spoilage, that is discoloration could cause it. Turtleopsis, spherical to oval shape, milk, bread, jam, fruit, etc. Candida, high acid, salt, etc. Sugars, spoilage, rancid. Zygosaccharomyces, osmophilic, high solute, spoilage, and high sugar, salty food select. That's about the yeast. നമ്മൾ ഈസ്റ്റ് പറഞ്ഞപ്പോൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞല്ലേ. ആൽക്കഹോളിക് സ്മെല്ല് ഫ്രൂട്ട് ജ്യൂസിലൊക്കെ വരാൻ കാരണം ഈ സൈക്ലോസാക്രോമൈസസ് ആണ്. ആൽക്കഹോളിക് സ്മെല്ലിന് മെയിൻ റീസൺ ഫ്രൂട്ട് ജ്യൂസില്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഒരു പിങ്കിഷ് റെഡ് ഗ്രോത്ത് ഓൺ ചീസ് ആൻഡ് ബട്ടർ, റോഡോട്ടോറിലയാണ് അത് പറഞ്ഞു. പിന്നെ വിനീഗറി പിക്കിൾസിലൊക്കെ പിക്കേവാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈറസ്. ഫുഡിൽ കാണുന്ന വൈറസ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൈറസ് എന്താണ്? Infectious agents that require a host to multiply. Host ഉണ്ടെങ്കിലാണ് ഒരു സർവൈവ് ചെയ്യുള്ളൂ. So ഫുഡിലും വൈറസ് മെയിൻ ഇമ്പോർട്ടൻസ് 3 reasons ഉണ്ട്. ഒന്ന് ലൈക്ക് എൻജറിക് ഡിസീസ്, ഫുഡ്ബോൺ ഡിസീസസ് കോസ് ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് എ, നോവാക് വൈറസ് പോലെയുള്ള വൈറസസ് ആണ് ഈ ഡിസീസസിൽ കാണുന്നത്. ഇനി വേറെ എൻജറിക് ഡിസീസസ് ഉണ്ട്, വൈറസ് ഉണ്ട്. പോളിയോ വൈറസ്, എക്കോ വൈറസ് പോലെയുള്ള വൈറസ്. അതെന്തുകൊണ്ടാണ്? പുവർ സാനിറ്റേഷൻ കൊണ്ടാണ് വരുന്നത്. ബാക്ടീരിയ ഫേസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. അത് ബാക്ടീരിയൽ സ്പീഷീസ് സ്ട്രെയിൻ ഐഡന്റിഫിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നു. ഈ ട്രാൻസ്ഡക്ഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്തത്. ലൈക്ക് എസ്ചെറിഷ്യ കോളൈ, ലാക്ടോകോക്കസ് ലാക്ടസ്. ഇനി ബാക്ടീരിയഫൈസ് ദാറ്റ് കോസ് ഫെർമെന്റേഷൻ of failure by the infecting and destroying the starter culture bacteria. Okay, by lactic acid bacteria, Lactococcus species lactic acid bacteria, they were Streptococcus, Leuconostoc, Lactobacillus, organisms ഇലൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. So, yeah, here we have some different types of virus. Sure, Picornavirus in the ഗ്രൂപ്പിൽ വരുന്നത് ഏതൊക്കെയാണ്? Example, human intestinal virus with high potential as food contaminants. Like examples കാര്യങ്ങളായിട്ട് polio virus, then Coxsackie virus, A and B, echo virus, enterovirus പോലുള്ള virus. Okay, then ഇവിടെ Picornavirus, hepatitis A വരാം. ഡിസീസ് കോസ് ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വരും. അത് ഷെൽ ഫിഷ് കണ്ടാമിനേറ്റഡ് വാട്ടറിലൊക്കെ കാണുന്നതാണ്. ജോണ്ടിസ്, ഫെറ്റിക്നെസ്, നോഷ്യസ് ഒക്കെ ആവാം സിംറ്റംസ്. ദെൻ റിയോ വൈറസ് ഏതൊക്കെയാണ്? റിയോ വൈറസ് ആൻഡ് റോട്ടോ വൈറസ്. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണ് കോസ് ചെയ്യുന്ന ഡിസീസ്.
ആൻഡ് വാട്ടറിലും improperly കുക്ക്ഡ് ഫുഡിലൊക്കെയാണ് ഈ റിയോ വൈറസ് കാണാൻ പറ്റും. നെക്സ്റ്റ് കംസ് പാർവോ വൈറസ്. പാർവോ വൈറസ് എന്ന് പറയുമ്പോൾ അത് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കോസ് ചെയ്യുന്ന വൈറസ് ആണ്. മെയിൻ ആയിട്ട് ഷെൽ ഫിഷിൽ കാണാൻ പറ്റും. കാരണം ഇറ്റ്സ് കണ്ടാമിനേറ്റഡ് വാട്ടർ, ഷെൽഫിഷ് ഒക്കെ. And the Rio virus is mainly in water and food, improper cooked food and water. Then അതാണ് പാർവോ വൈറസ്. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഷെൽഫിഷിലൊക്കെയാണ് കോമൺലി കാണുന്നത്. പപ്പാവോ വൈറസ് ഏതൊക്കെയാണ്? ഹ്യൂമൻ ബികെ ആൻഡ് GSC വൈറസ്. ദെൻ അഡിനോ വൈറസ് ആണ് ഹ്യൂമൻ അഡിനോ വൈറസ്. ഈ വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കോസ് ചെയ്യുന്നത്. വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കോസ് ചെയ്യുന്നത് അഡിനോ വൈറസ് ആണ്. ഡയറിയ, ഫീവർ, വോമിറ്റിംഗ് പോലെയുള്ള സിംറ്റംസ് ആയിരിക്കും കാണാൻ പറ്റുക. ആൻഡ് these are main things about examples and detailed types of virus. അപ്പൊ നോവോ വൈറസ് പറയാം, അത് ഷെൽഫിഷ്, സലാഡ് എന്നൊക്കെ വരും. ഹെപ്പറ്റൈറ്റിസ് A പറയാം, ഈ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ ലൈക്ക് ഒരു കണ്ടാമിനേറ്റഡ് വാട്ടർ വെച്ചിട്ടാണ് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്ന് വരും. ദാറ്റ്സ് അബൌട്ട് ദി വൈറസ്. ഓക്കെ, സോ ലൈക്ക് നമ്മൾ വൈറസ്, ഫംഗൈ, that is mold and yeast എല്ലാം കഴിഞ്ഞു. And in next class we will discuss about important bacterial genera. That's all for today. Thank you.